ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട സാമ്പത്തിക സഹായങ്ങളും റേഷൻ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ പല രേഖകൾ എങ്ങനെ നേടാം എന്നത് സംബന്ധിച്ചുമുള്ള വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുമായി പങ്കുവെക്കുന്ന ചാനലാണ് പുതിയ ന്യൂസ് അപ്പ് മലയാളം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ നൽകുന്ന എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായും ലഭിക്കും. ഓരോ ദിവസം ഇടവിട്ട് ഈ ചാനൽ ഇത്തരം വാർത്തകൾ പങ്കുവെക്കുന്നുണ്ട്. വിശ്വസിക്കാവുന്ന ചാനൽ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് റേഷൻ കാർഡ് സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട അടിസ്ഥാനപരമായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം, പുതിയ റേഷൻ കാർഡ് എടുക്കുന്നതിന് എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. www.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള സിറ്റിസൺ ലോഗിൽ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് മുഖേന നേരിട്ടാണ് ഓരോ വ്യക്തികളും ഇതിനു വേണ്ടി അപേക്ഷിക്കാനുള്ളത്. ഇങ്ങനെ അപേക്ഷിക്കാൻ സ്വന്തം നിലയിൽ കഴിയാത്തവർ അക്ഷയ കേന്ദ്രം മുഖേനയും അപേക്ഷിക്കാം. അടുത്ത ചോദ്യം, റേഷൻ കാർഡിനായി എന്തെല്ലാം രേഖകളാണ് വേണ്ടത്? നിലവിൽ റേഷൻ കാർഡിലെ അംഗമാണെങ്കിൽ അതേ താലൂക്കിൽ തന്നെയാണ് കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിലവിലെ കാർഡ് ഉടമയുടെ സമ്മതപത്രം വേണം. മറ്റൊരു താലൂക്കിലാണ് കാർഡ് ആവശ്യമെങ്കിൽ കാർഡിൽ നിന്ന് കുറവ് ചെയ്ത് പ്രസ്തുത താലൂക്ക് സപ്ലൈ ഓഫീസർ നൽകുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ നമ്പർ കൂടി നൽകേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, നിലവിൽ കാർഡിൽ അംഗമല്ല എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി വന്ന ആളുമാണ്. എന്തു ചെയ്യണം? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ ആധാർ നമ്പറാണ് നൽകാനുള്ളത്. എല്ലാ അംഗങ്ങൾക്കും നിർബന്ധമായും ആധാർ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. റേഷൻ കാർഡിലുള്ള എല്ലാ വ്യക്തികൾക്കും ആധാർ ഉണ്ടായിരിക്കണം. ഇനി മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്തൊക്കെയാണ് റേഷൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടി വേണ്ടത്? ഒന്ന്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അഥവാ താമസ സർട്ടിഫിക്കറ്റ്. മറ്റൊന്ന്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്. വീട്ടുകരം അടച്ച രസീത്, വാടക കരാർ തുടങ്ങിയ രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ മാത്രം നിങ്ങൾ ഹാജരാക്കിയാൽ മതി. അടുത്ത്, വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോ പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനം ഉള്ളവരോ ആണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല. അതിന് താഴെ വരുമാനം ഉള്ളവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ഇനി ഓരോ റേഷൻ കാർഡ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി മനസ്സിലാക്കുക. അത് റേഷൻ കാർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഏതെല്ലാം തരത്തിലുള്ള റേഷൻ കാർഡുകൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന റേഷൻ കാർഡാണ്. AAOI മഞ്ഞ നിറത്തിലുള്ള കാർഡാണിത്. രണ്ടാമത്തത്, മുൻഗണനാ കുടുംബങ്ങൾക്കുള്ള റേഷൻ കാർഡ് PHH എന്നാണ് അത് പറയുക. പിങ്ക് നിറമാണ് ഇതിനുള്ളത്. അടുത്ത് NPS, അത് നീല നിറമുള്ള കാർഡാണ്. അടുത്ത് NPNSS. NPNS എന്ന് പറയുന്ന കാർഡ് വെള്ള നിറമായിരിക്കും. NPI അഥവാ തവിട്ട് നിറത്തിലുള്ള കാർഡായിരിക്കും. ഇത് കുടുംബാംഗങ്ങൾക്കായി വിവിധ പദ്ധതികൾ തിരിച്ചറിയൽ രേഖയായി റേഷൻ കാർഡ് ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഓരോ റേഷൻ കാർഡും പറഞ്ഞു അതിൽ ആർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഈ കാര്യങ്ങൾ റേഷൻ കടയിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. ആദ്യം AAOI നോക്കാം. അത് അന്ത്യോദയ അന്ന യോജന കാർഡാണ്. ഈ കാർഡുകാർക്ക് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിൽ ലഭിക്കും. ഇനി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട PHH, ഈ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ടോ 9 രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ്. പൊതുവിഭാഗത്തിൽപ്പെട്ട അതായത് സബ്സിഡി വിഭാഗം NBS എന്നറിയപ്പെടുന്ന കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 5 രൂപ നിരക്കിലാണ് ലഭിക്കുക.
സർക്കാർ നിശ്ചയിക്കുന്ന പ്രകാരം അധിക വിഹിതവും ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ കാർഡുകാർക്ക്. ഇനി പൊതുവിഭാഗത്തിൽപ്പെട്ട എൻ ബി എൻ എസ് കാർഡിന് അതാത് മാസം സർക്കാർ നിശ്ചയിക്കും പ്രകാരമുള്ള അളവിലുള്ള അരി കിലോ 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. പൊതുവിഭാഗം അതായത് NPI ഈ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുകയും ചെയ്യും. ഇതാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായും അറിയേണ്ട കാര്യങ്ങൾ.